നമ്മളിന്ന് വളരെ സന്തോഷത്തോടെയും അതിലേറെ അഭിമാനത്തോടും കൂടിയാണ് ഈ സമ്മേളന നഗരിയിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. നമുക്കറിയാം, ഇവിടെയുള്ള രാഷ്ട്രീയ നപുംസകങ്ങളുടെ ഒരു വലിയ കാപഢ്യത്തിൻ്റെ ഫലമായി ഒരു തെരഞ്ഞെടുപ്പ് സംജാതമായ സമയത്ത് ഒരു സത്യസന്ധമായ രാഷ്ട്രീയ അഭിപ്രായം പറഞ്ഞു എന്നതിൻ്റെ പേരിൽ നമ്മയൊക്കെ കുരിശിലേറ്റാൻ വേണ്ടി കാത്തിരുന്ന ഇവിടെയുള്ള INDA മുന്നണി നേതാക്കന്മാർക്കെതിരെ അതിശക്തമായ ഒരു പോരാട്ട വീര്യത്തോടുകൂടി ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടാനുള്ള ഒരഭിവാജ്യയോടുകൂടിയാണ്, വളരെ പ്രതീക്ഷയോടുകൂടി നാം ഇന്നിവിടെ എത്തിച്ചേർന്നിരിക്കും. നമുക്കറിയാം, സ്വാഗത പ്രസംഗത്തിൽ സൂചിപ്പിച്ചതുപോലെ നമ്മളെ അവഹേളിക്കാനും അപകീർത്തിപ്പെടുത്താനുമൊക്കെ പരിശ്രമിച്ചപ്പോൾ അതിനെയൊക്കെ സധൈര്യം നേരിട്ടുകൊണ്ട് ഈ ദൗത്യം ദേശീയ ജനാധിപത്യ സഖ്യം ഏറ്റെടുത്തത് നമുക്ക് വേണ്ടിയാണ്. നമുക്കറിയാം, ഇവിടെ മത്സരിക്കുന്നത് വിവിധ വ്യക്തികളല്ല. നമുക്കറിയാം, നമ്മുടെ രാജ്യത്ത് ദേശീയ ജനാധിപത്യ സഖ്യവും ആ ദേശീയ ജനാധിപത്യ സഖ്യത്തിനെ നേരിടുന്ന ഒരു INDA മുന്നണിയുമാണ് നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്നത്. നമുക്കറിയാം, 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈ രാജ്യത്തുള്ള മുഴുവൻ കല്ലുകരട് കാഞ്ഞിരക്കുറ്റി മുതൽ മുള്ളുമുരുടെ മൂക്കൻപാമ്പ് വരെയുള്ള മുഴുവൻ രാഷ്ട്രീയ കക്ഷികളും ഒരുമിച്ച് നിന്നുകൊണ്ട് സാക്ഷാൽ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ദേശീയ ജനാധിപത്യ സഖ്യത്തിനെതിരെ ഒരു വലിയ ഐക്യനിര കെട്ടിപ്പടുത്തുകൊണ്ടാണ് നമുക്കെതിരെ സമരരംഗത്തേക്ക് ഇറങ്ങിയത്. അതിൽ നമുക്കറിയാം, ഒരു INDA മുന്നണി രൂപീകരിച്ചു. അതിൽ നമ്മളെ പപ്പുമോൻ്റെ കോൺഗ്രസ് ഉണ്ട്, നമ്മുടെ പിണറായിയുടെ CPM ഉണ്ട്, അതുപോലെ തന്നെ CPI ഉണ്ട്. അങ്ങനെ ഈ രാജ്യത്തുള്ള മുഴുവൻ കക്ഷികളും ഒരുമിച്ച് നിന്നുകൊണ്ടാണ് ഒരു INDA മുന്നണി രൂപീകരിച്ചത്. ആ മുന്നണിയാണ് BJPക്കെതിരെ, ദേശീയ ജനാധിപത്യ സഖ്യത്തിനെതിരെ അതിശക്തമായ കോലാഹലങ്ങൾ ഉണ്ടാക്കിയത്. എന്നാൽ ഇന്നത്തെ തെരഞ്ഞെടുപ്പ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. അതേ INDA മുന്നണിയുടെ സ്ഥാനാർത്ഥികൾ എത്ര പേരാ നിലമ്പൂരിൽ മത്സരിക്കുന്നത്? ഒന്ന് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി, ഒരേ മുന്നണിയാ. മറ്റൊന്ന് CPMന്റെ സ്ഥാനാർത്ഥി, ഒരേ മുന്നണിയാ. പിന്നെ വേറെ 16 സ്ഥാനാർത്ഥികളിൽ പലരും INDA മുന്നണിയിൽപ്പെട്ടവരാ. എന്നാൽ ദേശീയ ജനാധിപത്യ സഖ്യം നേരത്തെ കുറേ നേതാക്കന്മാരുടെ പേരുകൾ നിങ്ങൾ വായിച്ചു, ഓരോ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാർ വായിച്ചു. സാക്ഷാൽ നരേന്ദ്രമോദി നേതൃത്വം കൊടുക്കുന്ന ദേശീയ ജനാധിപത്യ സഖ്യം ഒറ്റക്കെട്ടായിട്ടാണ് നിലമ്പൂർ മണ്ഡലത്തിൽ മത്സരിക്കുന്നത്. അതിനൊരൊറ്റ സ്ഥാനാർത്ഥിയേ ഉള്ളൂ, അത് അഡ്വക്കേറ്റ് മോഹൻ ജോർജാ. അല്ലാതെ ഒരു മുന്നണിയിൽ നിന്നുകൊണ്ട് പരസ്പരം പാലം വലിക്കുന്ന പണിയല്ല ദേശീയ ജനാധിപത്യ സഖ്യത്തിനുള്ളത്. നമുക്കറിയാം, ഇവിടെ ഈ മുന്നണികൾ ഇവർ പരസ്പരം പോരടിക്കുമ്പോൾ നമുക്ക് പഴയ ഒരു കഥയാണ് ഓർമ്മ വരുന്നത്. ഈ വെളിച്ചെണ്ണയാട്ടുന്ന മില്ലില് ഒരു ഭാര്യയും ഭർത്താവും തമ്മിൽ ഭയങ്കര തർക്കങ്ങളുണ്ടായി. അപ്പൊ തർക്കങ്ങൾ ഉണ്ടാകുമ്പോൾ ഇവർ തമ്മിൽ ഇങ്ങനെ പോരടിക്കുന്നതായിട്ടാണ് മുതലാളിക്ക് തോന്നിയത്. അപ്പൊ എന്തു ചെയ്തു? ആ പഴയ കാലത്തെ പോലെ ചക്കിലാട്ടിക്കൊണ്ടിരിക്കുക. അപ്പൊ ഒരു തുണി എടുത്തിട്ട് ഈ വെളിച്ചെണ്ണയൊക്കെ ഇങ്ങനെ ചക്കിലാട്ടുമ്പോൾ അതിങ്ങനെ തുടയ്ക്കാൻ തുണി എടുക്കും. ആ തുണി ഇങ്ങനെ എടുത്ത് അതൊക്കെ തുടച്ച് കഴിയുമ്പോൾ ഭർത്താവ് ഒരു ചീത്ത വിളിക്കുമ്പോൾ ഭാര്യ എന്തു ചെയ്യുന്നു പറയും? ഈ തുണി, ഈ നനച്ച തുണി വെളിച്ചെണ്ണയൊക്കെ പിഴിഞ്ഞിട്ട് ഒരു ഏറ് കൊടുക്കും. ഭർത്താവ് ആ തുണി അവിടെ മെല്ലെ പിഴിഞ്ഞ് കുറച്ച് സമയം വീണ്ടും കയ്യിൽ വെക്കും. കുറച്ച് കഴിയുമ്പോൾ ഒന്നും കൂടി ഭാര്യയ്ക്ക് അങ്ങോട്ട് എറിഞ്ഞു കൊടുക്കും. ഭാര്യ പിന്നെയും അവിടെ വെളിച്ചെണ്ണയൊക്കെ തൂത്ത് കുറച്ച് കഴിയുമ്പോൾ ഒരു തെറി വിളിക്കും. അപ്പോൾ വീണ്ടും തിരിച്ചെറിയും. ആ വെളിച്ചെണ്ണ ഇവിടെ പിഴിയും. അപ്പോൾ എന്താണ്, ഇവിടെ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് വെളിച്ചെണ്ണ നിറഞ്ഞിരിക്കും. ഇതേ പണിയാണ് CPMും കോൺഗ്രസും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവരെ പോരാട്ടം എന്ന് പറയുന്നത്
പരസ്പരം പോരടിക്കുന്നത് ഈ പാട്ടിലെ സാധാരണക്കാരായ പട്ടിണിപ്പാവങ്ങളെ പറ്റിക്കുന്നതിന് വേണ്ടിയാണ്. നരേന്ദ്രമോദിയുടെ ഗവൺമെന്റിനെ എതിർക്കുന്നതിന് വേണ്ടിയാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമ്മുടെ വയനാട് മണ്ഡലത്തിൽ ഈ രണ്ടു മുന്നണിയും മത്സരിച്ചത്. പക്ഷേ ഈ രണ്ടു മുന്നണിയും പാർലമെന്റിൽ ചെന്നിട്ട് ഒന്നിച്ചു നിന്നുകൊണ്ടാ ദേശീയ ജനാധിപത്യ സഖ്യത്തിനെതിരെ പ്രവർത്തിച്ചത്. പക്ഷെ ആലോചിച്ചു നോക്കൂ നിങ്ങൾ, അതേ തന്ത്രം തന്നെയാണ് ഇവിടെ പയറ്റുന്നത്. കേരളത്തിന്റെ രാഷ്ട്രീയം അത് തന്നെയാണ്. എന്ത് വിഷയത്തിന്റെ പേരിലാണ് ഇവർ മത്സരിക്കുന്നത്? നമ്മൾ ഉയർത്തിപ്പിടിക്കുന്ന വിഷയമെന്ന് പറയുന്നത് നിലമ്പൂരിന്റെ വികസനത്തെ സംബന്ധിച്ച. നമുക്കറിയാം, കുറേ ദിവസത്തെ ചർച്ചകളും പരിപാടികളും ഒക്കെ നമ്മൾ കണ്ടു. ഇപ്പൊ വികസനം എന്ന് പറഞ്ഞ വിഷയം ഒഴിവാക്കി. കാരണം എന്താ? 35 വർഷത്തെ വികസനത്തെ ഒന്നുമില്ല എന്ന് പറയുമ്പോൾ മറ്റവർ പറയും കഴിഞ്ഞ 9 കൊല്ലത്തെ വികസനം ഒന്നുമില്ല. അപ്പൊ നമുക്ക് മനസ്സിലായത് എന്താ? ഈ 35 വർഷം മാത്രമല്ല, ഈ 9 വർഷം മാത്രമല്ല, ഒരു കാലഘട്ടത്തിലും നിലമ്പൂരിന് ആവശ്യമുള്ള യാതൊരു വികസന പ്രവർത്തനങ്ങളും നടത്താൻ ഈ രണ്ട് മുന്നണികൾക്കും സാധിച്ചില്ല എന്നുള്ള വ്യക്തമായ തെളിവുണ്ടായിക്കൊണ്ടിരിക്കുക. ആ തെളിവ് നിരത്തിക്കൊണ്ട് നമ്മൾ മുന്നോട്ട് വെക്കുന്ന സമയത്ത് അവര് വെറുതെ കൊഞ്ഞനം കുത്തുന്ന തരത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് വിഷയത്തെ മാറ്റിവെച്ചുകൊണ്ട് പലതരത്തിലേക്ക് ഇപ്പൊ വികസനത്തെക്കുറിച്ചുള്ള ചർച്ചകളൊന്നുമില്ല. ഇപ്പോ എന്താ പ്രശ്നം? മലപ്പുറം പറഞ്ഞു, അതിൻ്റെ അപ്പുറത്തേക്ക് വേറൊരു വാക്ക് പറഞ്ഞ് ആ വാക്കിനെ പിടിച്ചുകൊണ്ടിരിക്കുക. ഞങ്ങൾ കഴിഞ്ഞ 35 വർഷം വികസന പ്രവർത്തനം ഇന്ന് നടത്തി എന്ന് പറയാനോ ഒന്നും പറയാൻ ഇവർക്കില്ല. 9 വർഷക്കാലത്തെ വികസനത്തെ സംബന്ധിച്ചു ഒന്നും സൂചിപ്പിക്കാനില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, നമ്മുടെ ഈ CNG റോഡ് ഈ 9 വർഷങ്ങൾക്ക് മുമ്പ് 2016 ദേശീയ ജനാധിപത്യ സഖ്യത്തിനു വേണ്ടി ഞാനാണ് മത്സരിച്ചിരുന്നത്. അന്ന് ഞാൻ ഉയർത്തിപ്പിടിച്ച ഒരു കാര്യമാണ് നമ്മുടെ CNG റോഡിനെ സംബന്ധിച്ച്. ഇവിടെ പത്രദൃശ്യ മാധ്യമങ്ങളുടെ സുഹൃത്തുക്കളൊക്കെ ഉണ്ട്. അവിടെ എന്തെങ്കിലും ഒരു വികസന പ്രവർത്തനം ഈ 9 വർഷക്കാലം ഇവിടെ നടത്താൻ വലിയ വികസനത്തിന്റെ അപ്പോസ്തലന്മാർ പറയുന്ന ഒരു മുന്നണിക്കും സാധിച്ചിട്ടില്ല. ഒന്നും സാധിച്ചിട്ടില്ല. CPMന്റെ മലപ്പുറം ജില്ലാ സെക്രട്ടറി ആയിരുന്ന മോഹൻദാസ് ചന്തക്കുന്നിൽ വെച്ച് അൻവറിനെ വെല്ലുവിളിക്കുന്ന ഒരു സമ്മേളനം നടത്തിയപ്പോൾ ആ സമ്മേളനത്തിൽ പറഞ്ഞത് കഴിഞ്ഞ 9 വർഷക്കാലം നിലമ്പൂരിൽ ഒരു വികസനവും നടന്നിട്ടില്ല എന്നാണ്. അതിന്റെ കാരണം എന്താ? ഈ 9 വർഷക്കാലം നിലമ്പൂരിൽ ഒന്നും നടന്നില്ല എന്ന് നമ്മളല്ല, ഈ നാട്ടിലെ ജനങ്ങൾ മുഴുവൻ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പൊ വികസനം ഈ 9 വർഷത്തെക്കുറിച്ച് മാത്രമല്ല നാം സൂചിപ്പിക്കുന്നത്. 1956 കേരള സംസ്ഥാനം രൂപീകൃതമായ അന്നു മുതൽ ഇന്നു വരെയുള്ള ചരിത്രം പരിശോധിച്ചാൽ മറ്റൊരു നിയോജക മണ്ഡലത്തിനും ഒരു പ്രദേശത്തിനും ലഭിക്കേണ്ട വികസനങ്ങളെ താരതമ്യം ചെയ്യുമ്പോൾ നിലമ്പൂർ വളരെ പുറകിലാണ് എന്ന് നമുക്ക് തെളിയിക്കാൻ വേണ്ടി സാധിക്കും. ഒരു കാര്യം മാത്രമല്ല, പല കാര്യങ്ങളും നമുക്ക്, ഞാൻ CNG റോഡിനെ കുറിച്ച് സൂചിപ്പിച്ചു. എന്താണ് നടന്നൊന്നും പറയാനില്ല. ബൈപ്പാസിന്റെ സ്ഥിതി നമുക്കറിയാം. അത് മാത്രമൊന്നുമല്ല, നമ്മളെ മലയോര മേഖല, നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ. ഞാൻ ജീവിക്കുന്ന ഒരു മലയോര ഗ്രാമത്തിലാണ്, വനാതിർത്തിയോട് ചേർന്ന് ജീവിക്കുന്നവരാണ്. എന്താണ് നമ്മുടെ സ്ഥിതി എന്ന് ഇവിടെ ഇരിക്കുന്ന മഹാഭൂരിപക്ഷം ആളുകളും വനമേഖലയോട് ബന്ധപ്പെട്ട് പ്രവർത്തിച്ച് ജീവിക്കുന്നവർ. അവരുടെ സ്ഥിതി എന്താ? എന്നും ഈ പ്രസംഗങ്ങളല്ലാതെ ഇതിനൊരു പരിഹാരം കാണാൻ ഒരാൾക്കും സാധിച്ചിട്ടില്ല. ഒരു മുന്നണിയോ ഒരു രാഷ്ട്രീയ പാർട്ടിയോ LDF UDF അതിനു വേണ്ടി ഒരു ചെറുവിരൽ പോലും അനക്കിയിട്ടില്ല. അപ്പോൾ നാം ഉയർത്തിപ്പിടിക്കുന്നത്, ദേശീയ ജനാധിപത്യ സഖ്യം ഉയർത്തിപ്പിടിക്കുന്നത് നിലമ്പൂരിന്റെ വികസിത നിലമ്പൂർ എന്ന് പറഞ്ഞ ഒരു മുദ്രാവാക്യമാണ്. വികസിത ഭാരതത്തെ പോലെ, വികസിത കേരളത്തെ പോലെ ഒരു വികസിതമായ നിലമ്പൂരാണ് ആവശ്യം. അതിനുവേണ്ടി കഴിഞ്ഞ 35 കൊല്ലത്തെ ചരിത്രമല്ല, കഴിഞ്ഞ 9 വർഷത്തെ ചരിത്രമല്ല, ഈ നിലമ്പൂരിന്റെ ഭാവിയെക്കുറിച്ച് പ്രതീക്ഷയുള്ള, അഭിമാനബോധമുള്ള ഈ രാജ്യത്തെ ചെറുപ്പക്കാര്, വിദ്യാർത്ഥികള്, കർഷക തൊഴിലാളികള്, ഈ രാജ്യത്തെ കർഷകരടക്കമുള്ള ആളുകളെ സംഘടിപ്പിച്ചുകൊണ്ട് അതിശക്തമായ ഒരു ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ സ്ഥാനാർത്ഥിയെ നമ്മൾ മത്സരിപ്പിക്കുമ്പോൾ അതിന് പിന്തുണയേകുവാനുള്ള അഹോരാത്രമായ പ്രവർത്തന രംഗത്ത് അരയും തലയും മുറുക്കി എല്ലാ അഭിപ്രായ വ്യത്യാസങ്ങളും മാറ്റിവെച്ചുകൊണ്ട് ഒരു ഉജ്ജ്വലമായ പ്രവർത്തനത്തിന് നാം മുന്നിട്ടിറങ്ങണം. അതിനുള്ള നാന്ദി കുറിക്കുന്ന സമ്മേളനമാണ് ഇന്ന് നാം ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. നമുക്കറിയാം, ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് നമ്മുടെ ആരാധ്യനായ കേന്ദ്രമന്ത്രിയാണ്. അദ്ദേഹം ഇവിടെ വരും. നമുക്കറിയാം, കേരളത്തിനൊരു പുത്തൻ പ്രതീക്ഷ കൊടുത്തുകൊണ്ട് കേരളത്തിന്റെ മണ്ണിൽ നിന്ന് ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ പ്രതിനിധിയായി ജയിച്ച് മന്ത്രിയായി കേരളത്തിലെ ജനങ്ങളുടെ വികസനത്തിന്റെ
പ്രവർത്തന രംഗത്ത് ഏറ്റവും ഉജ്ജ്വലമായ മുൻപന്തിയിൽ നിൽക്കുന്ന ശ്രീമാൻ സുരേഷ് ഗോപി അവർകൾ ഇവിടെ എത്തിച്ചേരും. അദ്ദേഹമാണ് നമ്മുടെ ഈ സമ്മേളനത്തിന് ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത്. തീർച്ചയായും ഇന്നു മുതൽ നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളെ കുറച്ചുകൂടി ഊർജ്ജസ്വലമായിക്കൊണ്ട് ഇനി ഒരു വിശ്രമമില്ലാതെ 19-ാം തീയതി വരെ നാം അഹോരാത്രം പ്രവർത്തിച്ചാൽ നിലമ്പൂരിന്റെ മണ്ണിൽ ഒരു പുതിയ ചരിത്രം കുറിക്കുവാൻ നമുക്ക് സാധിക്കും. അതിനുവേണ്ടി നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം. 23-ാം തീയതി റിസൾട്ട്സ് പ്രഖ്യാപിക്കുമ്പോൾ ഇതിനു മുൻപ് നമ്മൾ അവഹേളിച്ച മുഴുവൻ ആളുകളുടെയും വാക്കുകളെയൊക്കെ ചവറ്റുകൊട്ടയിൽ എറിഞ്ഞുകൊണ്ട് ഒരു പുതിയ ചരിത്രം ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ പേരിൽ നമുക്ക് നിലമ്പൂരിൽ സൃഷ്ടിക്കുവാൻ നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവരും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ അധ്യക്ഷന്റെ ഉപക്രമ പ്രസംഗം അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം, ജയ് ഭാരത്.